ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു മുംബൈ ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുംബൈ ബർഗർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. പക്ഷേ നമ്മുടെ വടാപ്പാവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു ചുരുക്കമായിരിക്കും. കാരണമൊക്കെ അത്ര ടേസ്റ്റാണ് ഇതിന്. നമ്മൾ ഒരിക്കൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മറന്നു പോവാത്ത ടേസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വടാപ്പാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റുക. ഒരു 2 നുള്ളി കായത്തിൻ്റെ പൊടിയുണ്ട് അപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്, അതും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടാം കേട്ടോ. പിന്നെ ഞാൻ മാഷ് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ 2 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പൊട്ടറ്റോ എടുക്കുമ്പോൾ കുറച്ച് പൊടി ആയിട്ടുള്ള പൊട്ടറ്റോ അല്ലാതെ എടുക്കാം. ഇതുപോലത്തെ എടുക്കരുത് കേട്ടോ, നല്ല പൊടി ആയിട്ടുള്ള എടുക്കണം. ഇത് എന്താണ്ടോ കുറച്ചിങ്ങനെ വെള്ളം പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല കുറച്ച് അധികം നേരം നിന്ന് വഴറ്റേണ്ടി വരും. വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല. വെള്ളം നന്നായിട്ട് വറ്റി പോകുന്നവരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. നമുക്കിതിനെ എങ്ങനെ ബോൾസാക്കി എടുക്കാനുള്ളതാണ്, കാരണം വട ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ബോൾസാക്കി എടുക്കാനുള്ളതാണ്. ഈ ഒരു പരുവത്തിൽ അങ്ങനെ ആവുന്നവരെ നമ്മൾ നന്നായിട്ട് അതിലെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം കേട്ടോ. ആ ഒരു ഭാഗം വിട്ടുപോയതാണ് വീഡിയോയിൽ. അപ്പോൾ അതുപോലെ ആവുന്നവരെ നിങ്ങളതിൽ ഒരു മസാല നന്നായിട്ട് തിക്കാക്കി എടുക്കുക. എന്നിട്ട് നന്നായി തണുത്ത ശേഷം ഇതുപോലെ ബോളാക്കണം. ഇനി നമുക്ക് വട ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു 1/4 കപ്പ് നമ്മുടെ കടലമാവ് എടുത്തിട്ടുണ്ട്, അതായത് ഗ്രാം ഫ്ലോർ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ളി കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഏകദേശം ഒരു 1/4 കപ്പ് പൊടിക്ക് ഒരു 1/4 കപ്പ് വെള്ളം വേണ്ടി വരും കേട്ടോ. നിങ്ങൾ കുറച്ച് ആഡ് ചെയ്തിട്ട് നോക്കണം കേട്ടോ, ഒന്നിച്ച് വെള്ളം ആഡ് ചെയ്യരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടേണ്ടത്. അതായത് ദോശമാവിനേക്കാൾ നല്ല അയഞ്ഞൊരു ബാറ്ററാണിത്. ഇനി നമുക്ക് വട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ആ ഒരു മസാല അതുപോലെ ബോൾസ് ആക്കിയിട്ട് ഈ ഒരു ബാറ്ററിലൊന്ന് മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ ഒരു 5 വടാപ്പാവാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ വട ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള ആ ബാറ്ററില്ല, അതൊന്ന് കുറച്ചെടുത്ത് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് വടാപ്പാവിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ കിട്ടും. അപ്പോൾ അത് നമുക്ക് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വടാപ്പാവ് ഉണ്ടാക്കാനുള്ള ചട്നി വേണം. അത് 3 തരത്തിലുള്ള ചട്നിയാണ് വേണ്ടത്. ഒന്ന് നമ്മുടെ ടാമറിൻ ചട്നിയാണ്, ഒന്ന് നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് മിൻറ്റ് ലീവ്സും വെച്ച് അരച്ചിട്ടുള്ള ഗ്രീൻ ചട്നിയാണ്, പിന്നെ ഒന്ന് ഗാർലിക് ചട്നി. അത് തേങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അരയ്ക്കുന്നതാണ്. അപ്പോൾ ഈ ചട്നിയുടെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ 3 ചട്നി ഇതിന് മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ഈ ഒരു ചട്നിയുടെ റെസിപ്പി നോക്കണം. എന്നിട്ട് വടാപ്പാവ് ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നാലേ നല്ല ആ ഒരു വടാപ്പാവിന് അത്രയും ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് വടാപ്പാവിൽ ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് പാവ്, അതായത് നമ്മുടെ ബണ്ണ്. അതിനെ നമ്മളൊന്ന് മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. ഒരു ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് അതിലേക്ക്
ചട്നി എല്ലാ ചട്നീസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ടാമറിൻ ചട്നി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കൊറിയാണ്ടർ അതായത് ഗ്രീൻ ചട്നിയും കൂടെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് റെഡ് ചട്നി അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള വട അല്ലേ അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. ഇനി ആ വട ഫ്രൈ ചെയ്തപ്പോൾ ഞാൻ തന്നെ ഈ നമ്മുടെ പച്ചമുളകില്ലേ പച്ചമുളകും അതോടൊപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ബാറ്ററില്ലേ അതാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്രൈ ചെയ്തിട്ടുള്ള പച്ചമുളക് അത് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഉള്ളി ആവശ്യമുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തിട്ടുള്ള ഓണിയൻ കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ വെച്ചിട്ടില്ല. അതും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ചോപ്പ് ചെയ്തിട്ടുള്ള സവോള വെച്ച് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്യട്ടെ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിച്ചോളും. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊരു ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നമ്മുടെ വടാപാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഫേമസ് ബർഗേഴ്സിനൊക്കെ വെല്ലുട്ടോ ഈ ഒരു ബർഗർ. നമ്മുടെ മാക്ഡൊണാൾഡ് അതുപോലെ തന്നെ ബർഗർ കിങ് അങ്ങനത്തെ ബർഗേഴ്സിനൊക്കെ വെല്ലുന്നൊരു ബർഗറാണ്. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ വടാപാവ് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.